പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവരിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് അയർലൻഡിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന കുടുംബങ്ങൾക്കുമാണ് കൂടുതൽ ആശയക്കുഴപ്പം. ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്ര നിർത്തിവെച്ചോ? ഗൾഫ് വഴി യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണോ? ജർമ്മനി വഴിയുള്ള യാത്ര കൂടുതൽ നല്ലതാണോ? ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയരുമോ? ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയുമാണ് ഡെയിലി മലയാളി ന്യൂസ് മലയാളികൾക്ക് നൽകുന്നത്. ആദ്യം ഒരു ആശ്വാസ വാർത്ത. നിലവിൽ അയർലൻഡിൽ നിന്നോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രയ്ക്ക് പൊതുവായ വിലക്കൊന്നും നിലവിലില്ല. വിമാന സർവീസുകൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കാരണം പല വിമാനങ്ങളും പഴയ വ്യോമപാതകൾ ഒഴിവാക്കി ദൈർഘ്യമേറിയ ബദൽ റൂട്ടുകളിലൂടെയാണ് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് യാത്രാ സമയം കൂടാനും ചില സർവീസുകൾ വൈകാനും സമയക്രമത്തിൽ മാറ്റം വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡബ്ലിനിൽ നിന്ന് ദുബായ്, ദോഹ, അബുദാബി എന്നിവിടങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് വിമാനം വൈകുക, കണക്ഷൻ നഷ്ടപ്പെടുക, സർവീസ് റദ്ദാക്കുക അല്ലെങ്കിൽ യാത്രാ സമയം മണിക്കൂറുകളോളം നീളുക എന്നിവ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഗൾഫ് ട്രാൻസിറ്റുള്ള യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ തുടർച്ചയായി പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി ഗൾഫ് മേഖലയിലെ ചില വ്യോമപാതകൾ ഒഴിവാക്കാൻ യൂറോപ്യൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, UAE, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിലെ വ്യോമപാതകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അതോടൊപ്പം ഇറാൻ, ഇറാഖ്, ലെബനൻ എന്നിവിടങ്ങളിലെ വ്യോമപാതകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് തുടരുകയാണ്. ഇതോടെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ കൂടുതൽ ദൈർഘ്യമേറിയ ബദൽ റൂട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ചില വിമാനങ്ങൾക്ക് യാത്രാമധ്യേ അധിക ഇന്ധനം നിറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അയർലൻഡ് വിദേശകാര്യ വകുപ്പും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള യാത്ര തുടരാമെങ്കിലും പശ്ചിമേഷ്യയിലെ നിയന്ത്രണങ്ങൾ കാരണം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. UAEയിലേക്കും ഖത്തറിലേക്കുമുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ തൽക്കാലം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രാൻസിറ്റ് യാത്ര ചെയ്യുന്നവർ വിമാന കമ്പനിയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ ഇടയ്ക്കിടെ പരിശോധിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. ഗൾഫ് വിമാനത്താവളങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായ മാർഗമായി വിലയിരുത്തപ്പെടുന്നത് ജർമ്മനി വഴിയുള്ള യാത്രയാണ്. ഡബ്ലിനിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് അല്ലെങ്കിൽ മ്യൂണിക് വഴി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് നിലവിൽ പ്രത്യേക തടസ്സങ്ങളില്ല. ലുഫ്താൻസയും അതിന്റെ പങ്കാളി വിമാന കമ്പനികളും ഡൽഹി, മുംബൈ, ബംഗളൂരു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസുകൾ തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ ചില ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ ലുഫ്താൻസ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ സാധാരണ നിലയിൽ തുടരുകയാണ്. അതുകൊണ്ട് ഗൾഫ് ട്രാൻസിറ്റ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മനി വഴിയുള്ള യാത്ര ഇപ്പോൾ കൂടുതൽ സ്ഥിരതയുള്ള മാർഗമായി കണക്കാക്കപ്പെടുന്നു. ജർമ്മനി വഴി യാത്ര ചെയ്താലും പഴയ വ്യോമപാതകൾ ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ വിമാനങ്ങൾക്ക് ദൂരം കൂടിയ റൂട്ടുകളാണ് സ്വീകരിക്കേണ്ടത്. ഇറാൻ, ഇറാഖ്, റഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ വ്യോമപാതകൾ ഒഴിവാക്കുന്നതിനാൽ ഇന്ത്യയിലേക്കുള്ള യാത്ര സാധാരണയേക്കാൾ കൂടുതൽ സമയം എടുത്തേക്കാം. അതുകൊണ്ട് കണക്ഷൻ സമയം വളരെ കുറവുള്ള ടിക്കറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ജർമ്മനി വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഒരു പ്രധാന ആശ്വാസ വാർത്തയുണ്ട്. ഫ്രാങ്ക്ഫർട്ട് അല്ലെങ്കിൽ മ്യൂണിക് വിമാനത്താവളങ്ങളിൽ സാധാരണ എയർ സൈഡ് ട്രാൻസിറ്റ് ഇനി പ്രത്യേക ജർമ്മൻ എയർപോർട്ട് ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല. എന്നാൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ സ്വന്തമായി ബാഗേജ് എടുത്ത് വീണ്ടും ചെക്ക് ഇൻ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ജർമ്മൻ വിമാനത്താവളത്തിലേക്ക് മാറേണ്ടി വന്നാൽ ഷെങ്കൻ വിസ ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് ഒരേ ടിക്കറ്റിലും ഒരേ ബുക്കിംഗ് നമ്പറിലുമുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. വ്യോമപാത നിയന്ത്രണങ്ങളും ഇന്ധന ചിലവിലെ വർധനവും കാരണം എയർ ഇന്ത്യ ചില അന്താരാഷ്ട്ര സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ചില വിമാനങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിലും യൂറോപ്പിലേക്കും തിരിച്ചും സർവീസുകൾ ഇപ്പോഴും തുടരുകയാണ്. വിമാനം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു വിമാനത്തിൽ യാത്ര, സൗജന്യ തീയതി മാറ്റം അല്ലെങ്കിൽ മുഴുവൻ തുക തിരികെ നൽകൽ എന്നിവ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദോഹ വഴിയുള്ള സർവീസുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സമയക്രമത്തിൽ ഹെസ്റോ നോട്ടീസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് ഖത്തർ എയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്ര തടസ്സപ്പെട്ടാൽ യഥാർത്ഥ യാത്രാ തീയതിക്ക് 14 ദിവസം മുൻപോ ശേഷമോ സൗജന്യമായി യാത്ര മാറ്റാൻ
മാറ്റാനുള്ള സൗകര്യവും ഉപയോഗിക്കാത്ത ടിക്കറ്റിന് റീഫണ്ടും കമ്പനി അനുവദിക്കുന്നുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ വിമാനത്താവളത്തിലേക്ക് പോകരുതെന്നും ഖത്തർ എയർഫോഴ്സ് ആവശ്യപ്പെടുന്നു. ദുബായ്, അബുദാബി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ്, ഇത്തിഹാദും അവരുടെ പ്രധാന അന്താരാഷ്ട്ര സർവീസുകൾ തുടരുകയാണ്. എന്നാൽ ചില റൂട്ടുകളിൽ സമയക്രമത്തിൽ മാറ്റങ്ങൾ, ചില സർവീസുകളുടെ റദ്ദാക്കലുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യാത്രയ്ക്ക് മുൻപ് ഓരോ വിമാനത്തിന്റെയും നിലവിലെ സ്ഥിതി പ്രത്യേകം പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ ട്രാൻസിറ്റ് സമയമുള്ള ടിക്കറ്റുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. മറ്റൊരു ബദൽ മാർഗമാണ് തുർക്കിയിലെ ഇസ്താംബുൾ. ടർക്കിഷ് എയർലൈൻസ് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ തുടരുകയാണ്. ഗൾഫ് വിമാനത്താവളങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇസ്താംബുൾ വഴിയും യാത്ര ചെയ്യാം. എന്നാൽ ഇവിടെയും യാത്രാ സമയം വർദ്ധിക്കാനും സമയക്രമത്തിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. യാത്രക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ടിക്കറ്റ് നിരക്ക് കൂടുമോ എന്നുള്ളത്. അതിന് സാധ്യതയുണ്ടെന്നാണ് വ്യോമഗതാഗത മേഖലയിലെ വിലയിരുത്തൽ. കാരണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് വിമാന ഇന്ധന വില ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം പഴയ റൂട്ടുകൾ ഒഴിവാക്കി കൂടുതൽ ദൂരം പറക്കേണ്ടതും വിമാന കമ്പനിയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഗൾഫ് വഴി ലഭ്യമായ സീറ്റുകൾ കുറയുകയും കൂടുതൽ യാത്രക്കാർ ജർമ്മനിയിലേക്കും ഇസ്ബുളിലേക്കും മാറുകയും ചെയ്താൽ ആ റൂട്ടിലെ നിരക്കും ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവസാന നിമിഷത്തിൽ ടിക്കറ്റ് എടുക്കുന്നവർ കൂടുതൽ തുക നൽകേണ്ടി വന്നേക്കാം. യാത്രയ്ക്ക് 48 മണിക്കൂർ മുൻപും യാത്ര തിരിക്കുന്ന ദിവസവും വിമാനത്തിന്റെ സ്ഥിതി പരിശോധിക്കുക. ബുക്കിംഗ് നൽകിയ മൊബൈൽ നമ്പറും ഇമെയിലും ശരിയാണെന്ന് ഉറപ്പാക്കുക. സാധ്യമായാൽ ഒരേ ടിക്കറ്റിലുള്ള കണക്ഷൻ യാത്ര തിരഞ്ഞെടുക്കുക. ബാഗേജ് ഇന്ത്യയിലെ അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് മുൻകൂട്ടി ഉറപ്പാക്കുക. കൂടാതെ മരുന്നുകൾ, ആവശ്യമായ രേഖകൾ, ഒരു ദിവസത്തേക്കുള്ള വസ്ത്രങ്ങൾ എന്നിവ ഹാൻഡ് ബാഗിൽ കരുതുന്നത് അപ്രതീക്ഷിത യാത്രാ വൈകൽ നേരിടാൻ സഹായിക്കും. യാത്രാ തടസ്സങ്ങളും ഹോട്ടൽ ചെലവുകളും ഉൾക്കൊള്ളുന്ന ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതും നല്ല തീരുമാനമായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിലവിൽ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രയ്ക്ക് വിലക്കില്ല. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം യാത്രാ സമയം വർദ്ധിക്കാനും വിമാനങ്ങൾ വൈകാനും കണക്ഷൻ നഷ്ടപ്പെടാനും ടിക്കറ്റ് നിരക്ക് ഉയരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൾഫ് ട്രാൻസിറ്റിനേക്കാൾ ഫ്രാങ്ക്ഫർട്ട് അല്ലെങ്കിൽ മ്യൂണിക്ക് വഴി ഒരേ ടിക്കറ്റിലുള്ള യാത്രയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താരതമ്യേന കൂടുതൽ സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ മാർഗമായി കണക്കാക്കപ്പെടുന്നത്. യാത്ര തീരുമാനിക്കുന്നതിന് മുൻപ് വിമാന കമ്പനിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിക്കുകയും യാത്രാ പദ്ധതി അതനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ്.